ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എനിക്കതിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഒരുപാട് വലിച്ചു നീട്ടാതെ കമൻറ്റിടാൻ മറക്കരുത് കേട്ടോ. ദാ ഇനി ഡ്രസ്സില്ലാതെ വേണ്ട. അത് പറഞ്ഞ് അവൻ കയ്യിലുള്ള കവർ അവളുടെ മുന്നിൽ വെച്ച് ബുള്ളറ്റിൻ്റെ കീ എടുത്ത് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം വേഗം തന്നെ ബുള്ളറ്റ് റോഡിലേക്ക് ചീറിപ്പാഞ്ഞു പോയി. തെമ്മാടി, അവൻ പോകുന്നു നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൾ തിണ്ണയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കവർ തുറന്നു നോക്കി. 2 ഡ്രസ്സുകൾ അതിലുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് കുളിച്ചേക്കാം. അവൾ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നല്ല ഇരുട്ടാണെങ്കിലും റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെറിയ വെളിച്ചം ഉണ്ടായിരുന്നു. കുളിമുറിയിൽ കയറി തപ്പിപ്പിടിച്ച് ലൈറ്റ് ഇട്ടു. ലൈറ്റാണെങ്കിൽ മിന്നിച്ച് നിൽക്കുകയാണ്. അതെപ്പാടിയുടെ വീടല്ലേ, ഇത്രയൊക്കെ സൗകര്യം പ്രതീക്ഷിച്ചാൽ മതി. കറണ്ടുള്ളത് തന്നെ ഭാഗ്യം. ടാമ്പ്രാൻ രാത്രി കുളിച്ചൊരുങ്ങി ആരെ കാണാൻ പോയതാണോ എന്തോ. ഓകിലയുടെ വീട്ടിലേക്കായിരിക്കും. അത്യാവശ്യം പഠിപ്പും ഇവരൊക്കെയുള്ള സ്ത്രീയല്ലേ ഇവര്. എന്നിട്ട് എന്തിനിങ്ങനെ ജീവിക്കണെന്തോ. അവൾ ഓരോന്ന് പീറുപുറത്തുകൊണ്ട് ഒരു ബക്കറ്റുമായി പുഴക്കരവയിലേക്ക് നടന്നു. ബക്കറ്റിൽ വെള്ളം നിറച്ച് കുളിമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് വാതിലടച്ചപ്പോഴാണ് വാതിലിന് കുറ്റിയില്ല എന്ന് മനസ്സിലായത്. ഇവിടെ നിന്ന് എങ്ങനെ കുളിക്കാനാ? എന്തെങ്കിലും പറ്റി ആരും ഒഴിവരാൻ കൂടിയില്ല. അവൾ ദത്തനെ ചീത്ത വിളിച്ച് കൊണ്ട് കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുഴയിൽ കുളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, രാത്രി സമയം വല്ല നീർക്കോലി എങ്ങാനും കടിച്ചാലോ? കുളിച്ചില്ല എന്ന് വെച്ച് ആകാശം നെളിഞ്ഞു വീഴില്ലല്ലോ. അവൾ ഡ്രസ്സും എടുത്ത് അകത്തേക്ക് വന്നു. ഇനി അയാൾ ഇവിടെ വല്ല ക്യാമറ കുളിപ്പിച്ച് വെച്ച് കാണുമോ? അയാളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊന്നായിട്ടില്ല. അതിന് സാധ്യത കുറവാ. ഇന്ന് അയാളുടെ കല്യാണം കഴിയുമെന്ന് ദത്തൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. എന്തായാലും ഭാഗ്യപരീക്ഷണം വേണ്ട. ലൈറ്റ് ഓഫ് ചെയ്ത് ഡ്രസ്സ് മാറാം. അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഉടുത്തിരുന്ന കല്യാണ സാരി മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. സാരി നല്ല വൃത്തിയിൽ മടക്കി ബെഡിൽ വെച്ചു. അവൾ അപ്പോഴാണ് ആ മുറി ശരിക്ക് കാണുന്നത്. ചെറിയൊരു റൂമാണ്. അതിനുള്ളിൽ ഒരു കട്ടിലും ചെറിയ ടേബിളും ഒരു അലമാരിയും മാത്രമാണുള്ളത്. റൂം മുഴുവൻ അലങ്കോലമായാണ് കിടക്കുന്നതെങ്കിലും ആ വീട്ടിൽ പിന്നെയും വൃത്തിയുള്ളത് ഈ മുറിക്ക് മാത്രമാണ്. മറ്റൊരു റൂം കൂടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്തൊക്കെയോ കുറേ ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അവൾ ജനൽ തുറന്നിട്ടതും പുഴയിൽ നിന്നും തണുത്ത കാറ്റ് റൂമിനുള്ളിലേക്ക് വീശിയടിച്ചു. അവൾ ബെഡിന് മുകളിലെ ഓടിലേക്ക് നോക്കി കിടന്നു. ദത്തനാണോ? അവൻ ആരുമില്ലേ? അവൻ ഈ നാട്ടുകാരനല്ല എന്നറിയാം. 5-6 കൊല്ലം മുമ്പാണ് ഇവിടേക്ക് വന്നത്. അവൾ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് ടേബിളിൻ്റെ ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന അവൻ്റെ ചെണ്ട കണ്ടത്. അവൾ എഴുന്നേറ്റ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. അമ്പലത്തിലെ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട് ദത്തൻ്റെ കൊട്ട്. നന്നായി തന്നെ കൊട്ടും. ആ ദിവസം എത്ര പെൺപിള്ളേരാണ് അവന് വായി നോക്കാറുള്ളത്. അവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. ഇറങ്ങാൻ നേരം ആമി തൻ്റെ കാതുകളിൽ പറഞ്ഞത് ഓർമ്മ വന്നു. ദത്തനാണ് കെട്ടുകയെന്നറിയാമെങ്കിൽ അന്ന് കല്യാണത്തിന് ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കായിരുന്നു. ഈ നാട്ടിലെ പേടക്കോഴികളുടെ ശാപം നിന്റെ തലയിൽ വീഴാതിരിക്കട്ടെ. ആമി കളിയാക്കി പറഞ്ഞു. ഓർത്ത് വർണ്ണയ്ക്ക് ചിരി വന്നു. കാര്യം ദത്തൻ തെമ്മാടിയും കള്ളുകൂടിയനും ആണെങ്കിലും അവനെ കാണാൻ തരക്കേടില്ല. ആരും ഒന്ന് നോക്കിപ്പോവും. പക്ഷെ സ്വഭാവം കണ്ട് എടുത്ത് പൊട്ടക്കിണറ്റിലിടാനും തോന്നും. അവൾ ദത്തനെ ചീത്ത പറഞ്ഞെപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ്റെ വെളിച്ചം ജനൽ പാളിയുടെ ഉള്ളിലൂടെ മുഖത്തേക്ക് വന്ന് പതിച്ചപ്പോഴാണ് അവൾ ഉറക്കമുണർന്നത്. സമയം എത്രയായെന്തോ. അയാൾ ദൂരെ വന്നില്ലേ? ഇനി രാത്രി വിളിച്ചിട്ട് ഞാൻ കേൾക്കാതിരുന്നാണോ? അവൾ ഓരോന്ന് ചിന്തിച്ച് ഉമ്മറത്തെ വാതിൽ തുറന്നു. രാവിലെ തന്നെ നല്ല ബെസ്റ്റ് കണിയാണല്ലോ. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് തൂണി ചാരി ഉറങ്ങുന്ന ദത്തനെ നോക്കി അവൾ പറഞ്ഞു. ആഹാ, എന്താ കോലം. താടി മുടിയൊക്കെ വളർന്ന് കാട്ടുമക്കാനെ പോലെ ഉണ്ട്. പറഞ്ഞ ശബ്ദം ഉണ്ടാക്കാതെ ദത്തൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. ശരിക്കും ഉറങ്ങാനോ? ഇനി അത് വട്ടിയായിപ്പോയോ? അനക്കൊന്നുമില്ലല്ലോ. പറഞ്ഞൊന്ന് കുനിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദത്തൻ പെട്ടെന്ന് കണ്ണു തുറന്നതും തനിക്ക് മുന്നിൽ കണ്ണു തുറപ്പിച്ചു നിൽക്കുന്ന വർണ്ണയെ കണ്ടവൻ പേടിച്ചു. അയ്യോ, ഭൂതം!
അവൻ ഞെട്ടി എണീറ്റതും അതാ കിടക്കണ മുറ്റത്ത്. അയ്യോ, എന്താ പറ്റിയേ? വർണ്ണ മുറ്റത്തേക്ക് ഓടി ഇറങ്ങിയത് അത്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാണോ മൊരഭൂതമേ? അവൻ ശരീരത്തിലെ മണ്ണും പൊടിയും തട്ടിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ പിന്നെ ഉറങ്ങാണോന്നറിയാൻ നോക്കിയതാ. അല്ല, ഉറങ്ങല്ല, ഞാൻ മുറ്റത്തെ പുല്ല് പറിക്കായിരുന്നു. ഒരാൾ കണ്ണടച്ച് കിടക്കണ കണ്ടറിഞ്ഞൂടെ ഉറങ്ങാന്ന്? രാവിലെ തന്നെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. അത് പറഞ്ഞ് ദത്തൻ തിണ്ണയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ബ്രഷ് എടുത്ത് കഴുകി അതിൽ പേസ്റ്റാക്കി മുറ്റത്തേക്ക് ഇറങ്ങി. ദത്തൻ പല്ല് തേക്കുന്നതുകൊണ്ട് വർണ്ണയും വിരലിൽ കുറച്ച് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ തുടങ്ങി. ദത്തൻ വേഗം പല്ല് തേച്ച് അകത്തേക്ക് കയറിപ്പോയി. ശേഷം ഒരു തോർത്തും എടുത്ത് പുഴയിലേക്ക് കുളിക്കാൻ പോയി. അവൻ കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കയ്യിൽ ഡ്രസ്സും പിടിച്ച് വർണ്ണ കുളിമുറിയുടെ അടുത്ത് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ കയ്യിലെ തോർത്തുമുണ്ട് അഴയിൽ വിരിച്ച് അകത്തേക്ക് നടന്നു. ദത്ത തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും വർണ്ണ പിന്നിൽ നിന്ന് അവനെ വിളിച്ചു. അവൻ എന്താ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ദത്ത, എനിക്കൊന്ന് കുളിക്കണം. അതിനെന്താ, കുളിച്ചൂടെ? ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. അതോ ഞാൻ ഈ തന്നെ കുളിപ്പിച്ചു തരണോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. വേണ്ട, പക്ഷെ ഈ ബാത്റൂമിന് ലോക്കില്ല. ഞാനെങ്ങനെ കുളിക്കുക? ഒന്നിവിടെ നിൽക്കുവോ? എനിക്കൊന്നും പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പ്ലീസ് ദത്ത, എനിക്ക് പേടിയായതുകൊണ്ടാ, അവൾ വിനയ കുലീനമായി പറഞ്ഞു. ശരി, 10 മിനിറ്റ്, അതിനുള്ളിൽ കുളിച്ചിറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവും. അത് കേട്ടതും പറഞ്ഞ വേഗം ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ദത്തൻ വാതിലിനരികിൽ ചാരി നിന്നു. അവൻ പോയോന്നറിയാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ദത്ത ദത്ത എന്ന് വിളിക്കും. അത് കേട്ട് ദത്തനും ചിരി വന്നിരുന്നു. അവൻ ഡോറി ചാരി നിന്ന് ഫോണിൽ ഓരോന്ന് നോക്കുമ്പോഴാണ് വേലിക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചത്. ദത്ത, ഇന്നെന്താ പോകുന്നില്ലേ? സമയമായല്ലോ, അയാൾ ചോദിച്ചു. പോവണം കേശവേട്ടാ. ശ്വാസം മുട്ടൽ കുറവുണ്ടാ? ആ ഉണ്ട്. രാവിലെ നല്ല മഞ്ഞാണല്ലോ, അതിൻ്റെ ഈ ശ്വാസം മുട്ടല്, അയാൾ ചിരിയോടെ പറഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ തള്ളയുടെ ഭർത്താവാണ് കേശവേട്ടൻ. തന്നോട് സ്നേഹത്തിൽ ഇടപെടാനുള്ള അപൂർവം ചിലരിൽ ഒരാൾ. കേശവേട്ടന് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. മൂത്ത മകളാണ്, പേര് സ്മിത. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞതും ഡിവോഴ്സായി. ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കണു. അവളുടെ ഡ്രസ്സാണ് ഇന്നലെ വർണ്ണയ്ക്ക് കൊടുത്തേ. രണ്ടാമത് സനൂപ്, തന്നെ പോലെ കള്ളുകൂടിയൊക്കെ ആയിട്ട് നടക്കണു. പ്രൊഫഷൻ സെയിം ആണെങ്കിലും ദത്തനും സനൂപ് എപ്പോഴും തമ്മിൽ കണ്ടാൽ വഴക്കാണ്. ദത്ത, ഒന്നിങ്ങ് വന്നേ. കേശുവട്ടൻ കൈ വീശി കാണിച്ച് ദത്തനെ വിളിച്ചതും അവൻ 2 അടി മുന്നോട്ട് നടന്നു. അയ്യോ ദത്ത, പോവല്ലേ, 2 മിനിറ്റ് ഇപ്പൊ കഴിയും, വർണ്ണ അകത്ത് നിന്ന് ഉറക്കെ പറഞ്ഞതും ദത്തൻ വീണ്ടും വാതിലിനരികിൽ ചാരി നിന്നു. കേശവനോട് 2 മിനിറ്റ് കൈവാങ്യം കാണിച്ചു. ഡിപ്പൂല്ലേ, നീ ഇറങ്ങുന്നുണ്ട്, എനിക്ക് വേറെ പണികളുള്ളതാ. ദത്തൻ ദേഷ്യത്തിൽ അലറിയതും വർണ്ണ കുളിച്ചിറങ്ങി. ദത്തൻ പ്രതീക്ഷിച്ച പോലെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കാനായിരുന്നു കേശവേട്ടൻ വിളിച്ചത്. കൂട്ടത്തിൽ ഒരു വട്ടപാത്രം അവന് കൊടുക്കുകയും ചെയ്തു. ഇലയടയാണ്. ദത്തൻ പുഞ്ചിരിയോടെ അത് വാങ്ങി. വർണ്ണ അപ്പോഴേക്കും തൻ്റെ ഡ്രസ്സെല്ലാം അലക്കി അഴയിൽ വിരിച്ച് ഉമ്മറത്തേക്ക് നടന്നിരുന്നു. ഇവിടെ മൊത്തം പുല്ലും കരിയിലൊക്കെയാണല്ലോ, വല്ല പാമ്പും കടിക്കാതിരുന്ന ഭാഗ്യം. അപ്പോഴാണ് ഇന്നലത്തെ ഡ്രസ് തന്ന ചേച്ചിയുടെ അവിടെ മുറ്റം അടിക്കുന്നത് കണ്ടത്. വർണ്ണ ഒരു മടിയോടെ വേലിയുടെ അരികിലേക്ക് നടന്നു. ശബ്ദം കേട്ട ചേച്ചി മുറ്റമടി നിർത്തി തലയുയർത്തി ചുറ്റും നോക്കി. ചേച്ചി, ദേ ഇവിടെ, ഞാനാ ചേച്ചിയെ വിളിച്ച ശൂശു. അത് പറഞ്ഞ ചേച്ചി വേലിയുടെ അരികിലേക്ക് വന്നു. എന്താ? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. മുറ്റടിക്ക് ഒരു ചൂല് തരുമോ? ഇല്ല, ചൂല് വേണമെങ്കിൽ കടയിൽ പോയാണ് ചോദിക്കണ്ടേ, അല്ലാതെ ഇവിടെയല്ല. അവർ ദേഷ്യത്തിൽ പറഞ്ഞ വർണ്ണയ്ക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്താ അവിടെ? ദത്തൻ അടുക്കള ഭാഗത്തുനിന്ന് മുൻവശത്തേക്ക് വന്നു. അതൊന്നുമില്ല ദത്ത, മോളെ മുറ്റം അടിക്കാൻ ഒരു ചൂല് ചോദിച്ചതാ. മോള് ഇവിടെ നിൽക്ക്, ചേച്ചി ഇപ്പോഴും ചൂലെടുത്തിട്ട് വരാട്ടാ. ആ സ്ത്രീ വേഗം പോയി ഒരു ചൂല് എടുത്തുകൊണ്ട് വന്ന് വർണ്ണയ്ക്ക് കൊടുത്തു. അത് കണ്ട് വർണ്ണയ്ക്ക് ചിരി വന്നിരുന്നു. ദത്തൻ അത് ശ്രദ്ധിക്കാതെ കയ്യിലുള്ള പാത്രവുമായി അകത്തേക്ക് പോയി. മുറ്റമേ, നിനക്കിനി ശാപം മോശം. വർഷങ്ങളായി ചൂല് പതിയാത്ത ഈ മണ്ണിൽ ഇന്നിതാ നിങ്ങളുടെ രക്ഷയ്ക്കായി വർണ്ണ എത്തിയിരിക്കുന്നു. അവൾ വേഗം അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി.
രാവിലെ തന്നെ ഒടുത്തൊരുങ്ങി അങ്ങോട്ടാണോ കവലയിൽ വല്ല അടിപിടിക്കായിരിക്കും. ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ച് ഉമ്മറത്തേക്ക് വന്ന തത്തനെ നോക്കി വർണ്ണ മനസ്സിൽ പറഞ്ഞു. അവൻ മുണ്ടു മടക്കി കുത്തി ഉമ്മറത്തെ ചുമരിലായി വന്നിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ആഞ്ജനേയ ഭക്തനാണെന്ന് തോന്നുന്നു. അത് കണ്ട് വർണ്ണ പറഞ്ഞു. ഡി ദത്തൻ അവളെ കണ്ട് ഉറക്കെ അലറി. എന്താടാ? അവളും ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. പിന്നെയാണ് താൻ എന്താണ് വിളിച്ചതെന്ന ബോധം അവൾക്കുണ്ടായത്. രാവിലെ തന്നെ ചൂലും പിടിച്ചോണ്ട് ശകുനായിട്ട് നിന്നോളും നാശം. അവൻ അവളെയും ചൂലിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ശകുനം നോക്കിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന് പോവല്ലേ? ഡി നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു വെറുതെ എന്റെ മക്കട്ട് കയറാൻ വരണ്ടാന്ന്. അധികം കളിച്ച ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. നിനക്ക് കയറി ചെല്ലാൻ വേറെ ഇടയില്ലാന്ന് ഓർത്താ നല്ലത്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞൊന്നും മിണ്ടാൻ പോയില്ല. അവൻ ബുള്ളറ്റിന്റെ കീ എടുത്ത് അവളെ ഒന്ന് തർപ്പിച്ചു നോക്കിയ ശേഷം വണ്ടിയിൽ നിന്നും വന്ന് കയറി. 2-3 തവണ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. അത് കണ്ട് പറഞ്ഞ ചിരിക്കാൻ തുടങ്ങി. എന്താ അത്ര ചിരിക്കാനുള്ളേ? അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലേ, മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടേ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്തൊരവസ്ഥ ഉണ്ടല്ലോ. എന്താലേ? താടിക്ക് കൈ കൊടുത്തോണ്ട് വർണ്ണ പറഞ്ഞു. ഒന്നിങ്ങോട്ട് വാ നീ. ദത്തൻ അവൾ അരികിലേക്ക് വിളിച്ചു. അത് വേണ്ട, ഞാൻ പറഞ്ഞതിന് തല്ലാനല്ലേ. ആ വിചാരം മോന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. തല്ലാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വന്ന് തരും. അതാണ് ഈ ദത്തന്റെ ശീലം. ഇതൊന്നല്ല, ഇങ്ങ് വാ. അവൻ വീണ്ടും വിളിച്ചപ്പോൾ ചെറിയ മടിയോടെ അവന്റെ അടുത്തേക്ക് എത്തി. എന്താ ദത്ത? അവൻ ബഹുമാനത്തോടെ ചോദിച്ചു. ഒന്ന് തള്ളിക്ക്. അത് കേട്ടതും അവൾ അവന്റെ മുന്നിലായി വന്നു നിന്നു. നിങ്ങൾക്കാണ് എന്ത് ഭംഗിയാന്നറിയോ? മുഖത്ത് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. നിങ്ങളെ ഭർത്താവെ കിട്ടിയത് എന്റെ പുണ്യാണ്. ഡി നിനക്കെന്താ വട്ടുണ്ടാ? നിങ്ങൾ തന്നെയല്ലേ തള്ളാൻ പറഞ്ഞേ, ഇനിയും വേണോ? അധികം തമാശക്കല്ലേ. നിന്നോട് വണ്ടി തള്ളാനാണ് പറഞ്ഞേ. ഓ അതായിരുന്ന. ഇതങ്ങോട്ട് വ്യക്തവും സ്പഷ്ടമായിട്ട് പറയണ്ടേ ചേട്ടാ? അത് പറഞ്ഞ് അവൾ പിന്നിൽ നിന്നും ബുള്ളറ്റ് തള്ളാൻ തുടങ്ങി. തള്ളി തള്ളി വണ്ടി റോഡിന്റെ അവിടെ വരെ എത്തിയിട്ടും വണ്ടി മാത്രം സ്റ്റാർട്ടായില്ല. ക്ഷീണിച്ചോ നീ? കിതയ്ക്കുന്ന പറഞ്ഞേ നോക്കി ദത്തൻ ചോദിച്ചു. ക്ഷീണിച്ചു. അവൾ കിതച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നല്ലോണം ക്ഷീണിച്ചോ? ആ. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. വെരി ഗുഡ്, അത് തന്നെയാണ് എനിക്കും വേണ്ടേ. ഇനി എനിക്ക് അങ്ങോട്ട് തങ്ങാൻ വരുമ്പോ തിരിച്ചും കിട്ടുന്നു നീ ഓർത്തോട്ടോ. അത് പറഞ്ഞ അവൻ താക്കോൽ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളെ കടന്ന് മുന്നോട്ട് പോയി. എടക്കാലമാടാ, നീ എനിക്കിട്ട് വെച്ചതാണല്ലേ. ഇതിന് ഞാൻ തിരിച്ചടി തന്നില്ലെങ്കിൽ എന്റെ പേര് വർണ്ണന്നല്ല. അവൻ പോകും നോക്കി അവൾ പറഞ്ഞു. മുറ്റത്തെ ചപ്പെല്ലാം അടിച്ചു കൂട്ടി കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ ക്ഷീണിച്ചിരുന്നു. അവൾ കൈയും കാലും മുഖവും എല്ലാം കഴുകി വന്ന് അകത്തിരുന്നു. അപ്പോഴാണ് രാവിലെ ദത്തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. വർണ്ണ വേഗം ചെന്ന് ആ പാത്രം തുറന്നു നോക്കി. 3 അടയായിരുന്നു. അതിലെ 2 അവൾ കഴിച്ചു. ദത്തൻ കഴിച്ചു കാണും എന്തോ. അവൾ പാത്രം അടച്ചു വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ആകെ പൊടിയും മാറാലിയാണ്. എലികളുടെ ആഹാര കേന്ദ്രമാണ്. പാത്രവും അടുപ്പും ഒക്കെ ഉണ്ട്, പക്ഷെ മൊത്തം അഴുക്കാണ്. അവൾ പാത്രമെല്ലാം എടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുവച്ചു. ശേഷം അടുക്കള അടിച്ചു വൃത്തിയാക്കി. പുഴയിൽ നിന്ന് വെള്ളം കോരുവന്ന് ഒഴിച്ച് മൊത്തത്തിൽ അടിച്ചു തെളിച്ചു. ഇത്രയും നല്ല ഒരു അടുക്കളയല്ലേ ആ തെമ്മാടി നാശാക്കിയിട്ട്. ഇതുകൊണ്ട് സ്വന്തം വീടാണോ അതിന് വാടക വീടാണോ? ആണെങ്കിൽ ജോലിയും കൂലിയില്ലാത്ത ഇവനെങ്ങനെ വാടക കൊടുക്കുക? ഇതേതാത്ത മൊത്തത്തിലൊരു മിസ്റ്ററി മാനാണല്ലോ. അങ്ങോട്ടൊന്നും പിടികിട്ടുന്നില്ല. അവൾ മുറ്റത്തുള്ള പാത്രങ്ങൾ എടുത്ത് പുഴക്കടവിലേക്ക് നടന്നു. പാത്രങ്ങളിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തു. പാത്രം കഴുകാൻ സോപ്പൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചാലോ? ദത്തന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തരും. പക്ഷെ വേണ്ട, എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേ? അവൾ പുഴയിലെ മണൽ കൊണ്ട് തന്നെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി. അടുക്കളയിൽ പാത്രങ്ങൾ ഒതുക്കുമ്പോഴാണ് മുറ്റത്ത് നിന്നൊരു വിളി കേട്ടത്. ചേച്ചി, ചേച്ചി, ദാ വരുന്നു. അവൾ വേഗം കൈ തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഒരു 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയായിരുന്നു അത്. ദത്തേണ്ട ചേച്ചിയല്ലേ? അവൻ ചോദിച്ചു. ദത്തേണ്ട ചേച്ചിയാ? എന്നെ കണ്ട അയാളുടെ ചേച്ചിയാവുള്ള പ്രായമൊക്കെ ഉണ്ടാ? അവൾ സ്വയം ചോദിച്ചു. ചേച്ചി, ഈ ചേച്ചിക്ക് എന്താ ചെവി കേൾക്കില്ലേ?
അവൻ സ്വയം ചോദിച്ചു. എനിക്ക് ചെവിയൊക്കെ കേൾക്കും. മോനേതാ? ഞാൻ ചന്തു, ദത്തേൻ്റെ അസിസ്റ്റന്റാ. ചേച്ചി ദത്തേൻ്റെ ചേച്ചിയല്ലേ? അല്ല, ഭാര്യയല്ലേ? അവൾ പതിയൊന്ന് മൂളി. ഇത് ദത്തേട്ടൻ കൊടുത്തയച്ചതാ. അത് പറഞ്ഞ പയ്യൻ കയ്യിലെ പൊതി അവളുടെ കയ്യിൽ കൊടുത്ത് തിരികെ പോയി. ദത്തൻ അസിസ്റ്റന്റാ? അമ്പോ, ഹൈടെക്. അവൾ പൊതിയുമായി അകത്തേക്ക് നടന്നു. ദോശയായിരുന്നു അത്. അവൾ വേഗം അത് കഴിച്ചു. മനസ്സിനും വയറിനും വല്ലാത്ത സമാധാനം. അവൾ വാതിലടച്ച് റൂമിൽ വന്ന് കിടന്നു. അവൻ്റെ റൂമിലെ ടേബിൾ നല്ല വൃത്തിയായി കുറച്ച് ബുക്കുകൾ അടക്കി വെച്ചിട്ടുണ്ട്. അവൾ അതെല്ലാം ഒന്നെടുത്ത് നോക്കി. മൊത്തം ഇംഗ്ലീഷ് ബുക്കാണ്. അയാൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ? ഇതൊക്കെ ബുജ്ജികൾ വായിക്കുന്ന ബുക്കാണല്ലോ. ഞാനും കുറച്ചൊക്കെ വായിക്കും. ബാലരമ്യോ ബാലഭൂമിയൊക്കെ, പിന്നെ കളി കൊടുക്കുകയും. പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ചേച്ചി, ചേച്ചി! ഉച്ചയ്ക്ക് ആ പയ്യന്റെ വിളി കേട്ടാണ് അവൾ ഉറക്കമുണർന്നത്. മുടിയെല്ലാം നെറുകയിൽ വാരിക്കെട്ടി അവൾ ചെന്ന് വാതിൽ തുറന്നു. ആ പയ്യൻ പുഞ്ചിരിയോടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്തിനെങ്ങനെ വെയിലത്ത് നിൽക്കണേ? അകത്തേക്ക് വന്നേ, അവൾ പറഞ്ഞു. ആ പയ്യൻ ചെരുപ്പൂരി അകത്തേക്ക് വന്നു. ദത്തേട്ടൻ തരാൻ പറഞ്ഞു. അവൻ കയ്യിലെ കവറ് വർണ്ണയ്ക്ക് കൊടുത്തോണ്ട് തിരികെ നടന്നു. അങ്ങനെ അങ്ങ് പോയാലോ മോശേ? ഞാനൊന്ന് ചോദിക്കട്ടെ, അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വർണ്ണ പറഞ്ഞു. പേരെന്താന്നാ പറഞ്ഞേ? അവനെ തിണ്ണയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് വർണ്ണ ചോദിച്ചു. ചന്ദ്രിത്ത്. ദത്തേട്ടൻ എന്നെ ചന്തു എന്ന് വിളിക്കും. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് വർണ്ണ എന്നാ. ചന്തു എത്രയല്ല പഠിക്കണേ? 7 ചേച്ചി. അപ്പൊ ക്ലാസ് ഇല്ലേ ഇന്ന്? ഉണ്ട്, പക്ഷെ മാസത്തിൽ 10 ദിവസം ഞാൻ ലീവായിരിക്കും. അതെന്താ 10 ദിവസം? നീ എന്താ ചെയ്യാ 10 ദിവസം? ദത്തേൻ്റെ ഒപ്പം വർക്ക്ഷോപ്പിലെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. വർക്ക്ഷോപ്പിലോ? ദത്തൻ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന അവൾക്ക് പുതിയൊരു അറിവായിരുന്നു. അതെ, ദത്തേട്ടൻ ഒരു മാസത്തിൽ 10 ദിവസം പണിക്ക് പോവും. എന്നിട്ട് പൈസ ഉണ്ടാക്കും. ബാക്കി 20 ദിവസം ആ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കും. അതാ ദത്തേൻ്റെ പോളിസി. എനിക്കും വലുതായിട്ട് ദത്തേണ്ണെ പോലെ ആവാൻ ആഗ്രഹം. ചന്തു പറയുന്ന കേട്ട് അന്തം വിട്ടിരിക്കാണ് പറഞ്ഞ. നീ ആകെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അത്രയല്ലേ ഉള്ളോ? അപ്പോൾ വർക്ക്ഷോപ്പിൽ എന്ത് പണി ചെയ്യാനാ? ഞാൻ ദത്തേട്ടന് സ്പാനർ എടുത്ത് കൊടുക്കും. ഭക്ഷണം ഉച്ചയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എനിക്കപ്പോൾ ഒരു ദിവസം 500 രൂപ തരും. എന്നിട്ട് പൈസ എന്താ ചെയ്യാ? അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കും. അമ്മയ്ക്ക് വയ്യ, കിടപ്പില്ല, അവൻ സങ്കടത്തോടെ പറഞ്ഞു. അത് കണ്ട് വർണ്ണയ്ക്ക് ഒരു പാവം തോന്നി. ചന്തുവിന് ചേച്ചി ഒരു സാധനം തരാവേ, ഇപ്പം വരാം. അത് പറഞ്ഞ അവൾ അകത്തു നിന്നും പാത്രത്തിലുള്ള അട എടുത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു. ഇത് എനിക്കാണോ ചേച്ചി? സന്തോഷത്താൽ അവൻ്റെ മുഖം വിടർന്നിരുന്നു. ചന്തു അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. താങ്ക് യു ചേച്ചി. സന്തോഷത്തോടെ അവൻ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ദത്തേൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ആ ചേച്ചിയില്ലേ, ആ ചേച്ചി ദത്തേൻ്റെ ഭാര്യ എന്നാ. പിന്നെ രാവിലെ ചേച്ചിയെ നേരി കണ്ടപ്പോഴാ എനിക്ക് ആള് മാറിയെന്ന് മനസ്സിലായേ. അട കഴിച്ചുകൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. ഏത് ചേച്ചി? പേരൊന്നും അറിയില്ല. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മുടിയൊക്കെ ഉള്ളൊരു ചേച്ചിയാ. അത് കേട്ടപ്പോൾ തന്നെ ആമി ചേച്ചിയാണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പം എന്നെ കാണാൻ ഭംഗിയില്ല എന്നാണോ? അങ്ങനെയല്ല ചേച്ചി, വർണ്ണ ചേച്ചി കാണാനും ഭംഗിയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ആ ചേച്ചിയേക്കാൾ ഈ ചേച്ചി ഇഷ്ടമായേ. അവൻ പറയുന്നത് കേട്ട് വർണ്ണയ്ക്ക് ചിരി വന്നു. ദത്തന ആ ചേച്ചി ഇഷ്ടമാണോ? അതെനിക്കറിയില്ല ചേച്ചി. പക്ഷെ ആ ചേച്ചി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ദത്തേനെ അങ്ങനെ നോക്കിയിരിക്കാറുണ്ട്, താടിക്കും കൈ കൊടുത്തിട്ട്, ചന്തു പറഞ്ഞു. അപ്പം നാട്ടിലെ പിടക്കോഴികളുടെ ദർശന സുഖമായ ദേവദത്തനും പൂവൻ കോഴികളുടെ സ്വപ്ന സുന്ദരി ആത്മികയും പരസ്പരം അറിയാതെ അണ്ടർഗ്രൗണ്ടിൽ വഴി ലൈൻ വലിക്കുന്നുണ്ടല്ലേ. പക്ഷെ ദത്തൻ എന്ന നറുക്ക് വീണത് എൻ്റെ തലയിലാണ്, അവൾ ചിരിയോടെ പറഞ്ഞ. എങ്കിലും മനസ്സിലെവിടെയോ ഒരു നോവ് അവൾ പോലും അറിയാതെ ഉടയിലെടുത്തു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഇനി എന്നെ കാണാതെ ദത്തേട്ടൻ വഴക്കു പറയും. ശരി ചന്തു, ഇടയ്ക്ക് ഇത് വഴിയൊക്കെ വാട്ടോ. വരാൻ ചേച്ചി. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ചേച്ചി എത്രയല്ല പഠിക്കണേ? PG ഫസ്റ്റ് ഇയറാ. എൻ്റെ ചേച്ചി ആകെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് പുറത്തൊന്നും പോവണ്ട, കാറ്റടിച്ചാൽ പറന്നു പോവും. അവൻ കളിയാക്കി കൊണ്ട് മുറ്റത്തേക്ക് ഓടി. എന്താ നിന്നെ ഞാൻ? ചന്തു പോകും നോക്കി പറഞ്ഞ ഉമ്മർത്ത് തന്നെ നിന്നു.
അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ. താങ്ക് യു. വെള്ളിയുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ.